നമസ്കാരം. SSLC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എത്ര കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെയൊക്കെ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്ക് വേണ്ടിയും ഈ ഒരു വീഡിയോ കണ്ട് ഇത് ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കൊല്ലം കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഒരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പകർപ്പ് എനിക്ക് കിട്ടി. അത് വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് കേരളത്തിലുള്ള +2 അനുവദിച്ചിട്ടില്ലാത്ത സ്കൂളുകളിൽ പഠിക്കുന്ന SSLC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഏകജാലക സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അപാകതയാണ്. അതിലൊരു വിവേചനം ഒളിഞ്ഞു കിടപ്പില്ലേ എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. കുട്ടികൾ അത് വളരെ സീരിയസ് ആയിട്ട് അവരുടെ ആ ഒരു അപേക്ഷയിൽ പറയുന്നുണ്ട്. ഏകജാലക സംവിധാനം, സിംഗിൾ വിൻഡോ പ്രോസസ്, അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയ ആ ഒരു വർഷമായിരുന്നു. അതിൻ്റെ എക്സാക്ട് ഇയർ ഞാൻ താഴെ കൊടുത്തേക്കാം. ആ ഒരു വർഷം ആദ്യം ഇത് കണ്ട സമയത്ത് ചെറിയ അപാകതയൊക്കെ ഫീൽ ചെയ്തു. എങ്ങനെ ഇതിനെ സമീപിക്കണം എന്നുള്ളത് അറിയില്ല. എന്നാൽ വലിയ കുഴപ്പമില്ലാതെ, നമ്മൾ പേടിച്ചതുപോലെയുള്ള കുഴപ്പമില്ലാതെ അത് ഒരുമാതിരി സ്മൂത്തായിട്ട് അങ്ങോട്ട് നടന്നുപോയി. എന്നാലും അവിടെ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു, ചില അപാകതകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു അപാകതകളിൽ പലതും ഇന്നും അത്രയധികം പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു അപേക്ഷ വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്. ഈ ഒരു അപേക്ഷ വായിച്ച സമയത്ത് എനിക്ക് സന്തോഷം തോന്നിയ വേറൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങോട്ട് പറയണമല്ലോ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഈ DPP എന്ന് പറയുന്ന ഒരു പരിപാടിയെ കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകളൊക്കെ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള അസൈൻമെന്റുകളൊക്കെ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് മലയാള അധ്യാപകൻ തന്ന ഒരു അസൈൻമെന്റ് ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രിക്ക് ഒരു അപേക്ഷ എഴുതുക, കത്തെഴുതുക. അപ്പോൾ അപേക്ഷ, കത്ത്, നിവേദനം, ഈ പറയുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് കേട്ട് പരിചയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസ്സിൽ നിന്നായിരുന്നു. ശരിക്കും ആ ഒരു കത്തെഴുതുന്ന സമയത്ത് ഒരു ചെറിയ ബാലനായിട്ടുള്ള എനിക്കും ആ ഒരു ജനാധിപത്യ ബോധത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് കിട്ടിയത്. ഞാനിങ്ങനെ വിചാരിച്ചു, ശരിയാണ്, നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ അറിയിക്കാം. നമ്മുടെ ജനപ്രതിനിധികളുമായിട്ടൊക്കെ സംസാരിക്കാനായിട്ടുള്ള അവകാശം നമുക്കുണ്ട്. അങ്ങനെയാണ് ഇത് നടന്നു പോകുന്നത് എന്നുള്ളൊരു ബോധ്യം അവിടെ നിന്നാണ് കിട്ടിയത്. ഈ ഒരു അപേക്ഷാ കത്തിൽ വലിയൊരു സാധ്യതയുണ്ട്. 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് കുട്ടികളുടെ പ്രതിനിധികൾ, അതായത് ആ ഒരു കുട്ടികൾ മുഴുവനായിട്ട് അയച്ച ഒരു അപേക്ഷയാണ്, നൽകിയ ഒരു അപേക്ഷയാണ്. ഇതിനെ സംസ്ഥാന തലത്തിൽ അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബന്ധപ്പെട്ട അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം കുട്ടികൾ, 1000-ലധികം കുട്ടികൾക്ക്, 2000-ഓളം വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ആ ഒരു ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് ആർജിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഞാനത് വായിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ സ്കൂൾ പാർലമെന്റിൽ എടുത്ത തീരുമാനപ്രകാരം സ്കൂൾ ചെയർപേഴ്സൺ കുമാരി ഗാഥ സുരേഷ്, സ്കൂൾ ലീഡർ കുമാരി അർച്ചിത ബിനു എന്നിവർ സമർപ്പിക്കുന്ന അപേക്ഷ. ഞങ്ങളുടെ സ്കൂളിൽ 2000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന 450 കുട്ടികളുണ്ട്. ഞങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലാണ്. ഞങ്ങളിൽ കൂടുതൽ പേരും വരുന്നത് തൊടിയൂർ, കുലശേഖരപുരം, ആലപ്പാട്ട് തുടങ്ങി സമീപ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ്. കരുനാഗപ്പള്ളിയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുന്ന സ്കൂൾ ഞങ്ങളുടേതായതുകൊണ്ട് ഈ സ്കൂൾ തന്നെ ഞങ്ങൾ പഠനത്തിനായി തിരഞ്ഞെടുത്തത്. ഒരു ഇടക്കാലം കൊണ്ട് സംസ്ഥാനത്ത് പലയിടത്തും ഗവൺമെന്റ് സ്കൂളുകൾ പൂട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ നാട്ടിൽ കോട്ടയം ജില്ലയിൽ ഗവൺമെൻറ് സ്കൂളുകൾക്ക് അത്ര വലിയ സ്വീകാര്യത ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. ഞാൻ തന്നെ പഠനം കംപ്ലീറ്റ് ചെയ്ത പൊൻകുന്നം ഗവൺമെൻറ് സ്കൂള്, അവിടെ ഹൈസ്കൂളുണ്ട്. ആ ഒരു ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഒട്ടും ജനസ്വീകാര്യത ഇല്ലാത്ത ഒരു ഹൈസ്കൂളാണ്. അവിടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് മാത്രം അവിടേക്ക് മാത്രമായിട്ട് കുട്ടികൾ വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഏകജാലക സംവിധാനമായതുകൊണ്ട് തന്നെ പിന്നീട് കുറേ ആളുകൾ ആ ഒരു സ്കൂൾ തിരഞ്ഞെടുക്കുകയും ഇപ്പോൾ നല്ല നിലവാരത്തിലേക്ക് പോവുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഹൈസ്കൂളിലൊക്കെ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഉണ്ട് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയത്. ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളുകൾ വലിയ ജനസ്വീകാര്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. 10ാം ക്ലാസ് പരീക്ഷയിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച റിസൾട്ട് നേടുന്ന സ്കൂളാണ് ഞങ്ങളുടെ. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 573 കുട്ടികളിൽ 169 കുട്ടികൾക്കും ഫുള്ള് A+ ഉണ്ടായിരുന്നു. കൂടാതെ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും വിജയിക്കുകയും ചെയ്ത കരുനാഗപ്പള്ളിയിലെ ഏക സ്കൂളാണ് ഞങ്ങളുടേത്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിൽ നല്ല രീതിയിൽ പഠിച്ച് A+ വാങ്ങിയ ഞങ്ങളുടെ സീനിയേഴ്സിൽ കൂടുതൽ പേർക്കും കരുനാഗപ്പള്ളിയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാലയങ്ങളിൽ +2-ന് അഡ്മിഷൻ ലഭിച്ചില്ല. കൂടാതെ 100% മാർക്ക് വാങ്ങിയാലും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാത്ത അവസ്ഥയുണ്ടായി. അതിന് കാരണം ഞങ്ങളുടെ സ്കൂളിൽ +2 ഇല്ലാത്തതും കൂടാതെ +2 അഡ്മിഷന് പഠിച്ച സ്കൂളിന്റെയും ജനിച്ച സ്ഥലത്തിന്റെയും പേരിൽ ഞങ്ങളെ വേർതിരിക്കുന്നതിനാലുമാണ്. ഈ വേർതിരിവ് ഒരു കാരണവശാലും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ളതല്ല. ആ ഒരു വേർതിരിവിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് സെലക്ട് ചെയ്യുന്നത്. A+ കിട്ടിയ വിഷയത്തിന് 9 പോയിന്റാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ ഗ്രേഡിനും ഓരോ പോയിന്റ് ഉണ്ട്. A കിട്ടിക്കഴിഞ്ഞാൽ 8, B+ കിട്ടിക്കഴിഞ്ഞാൽ 7, B കിട്ടിക്കഴിഞ്ഞാൽ 6, C+ കിട്ടിയാൽ 5, C കിട്ടിയാൽ 4,
D+ കിട്ടിയാൽ 3. ഇനി ഈ ഒരു പോയിന്റുകളെല്ലാം കൂട്ടും. ഈ ഒരു പോയിന്റുകൾ കൂട്ടിയതിന് ശേഷം ഇതിന്റെ കൂടെ എക്സ്ട്രാ പോയിന്റുകൾ ഇട്ട് കൊടുക്കും, ബോണസ് പോയിന്റുകൾ കൊടുക്കും. ആ ഒരു ബോണസ് പോയിന്റ് ഇങ്ങനെയാണ്: കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾ, അവർ ദത്തെടുത്ത മക്കൾക്കും ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്, 5 ബോണസ് പോയിന്റ് ഉണ്ട്. ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും മക്കൾക്ക്, അവർ നിയമപരമായി ദത്തെടുത്ത മക്കൾക്കും 3 പോയിന്റ് ബോണസ് ഉണ്ട്. NCC സ്കൗട്ട്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് 2 ബോണസ് പോയിന്റ് ഉണ്ട്. A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ കൈറ്റ് സംഘം 1 പോയിന്റ് ഉണ്ട്. ഇനിയാണ് ഇവിടെ ചെറിയൊരു വിവേചനപരമായിട്ടുള്ള ഒരു പോയിന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേ സ്കൂളിലെ വിദ്യാർത്ഥി 2, അതേ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ 2, അതേ താലൂക്ക് 1, ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകൾ നൽകുന്ന ഗ്രേഡ് പോയിന്റ് 2. ഇവിടെ NCC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിൽ കിട്ടുന്ന 2 പോയിന്റുകൾക്ക് ആളുകൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതിലേക്ക് ആളുകൾ പോകുന്നോ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് +2 ഉള്ള സ്കൂളിൽ തന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് സ്കൂളുകളെ ഇത് ബാധിക്കുന്ന സംഗതിയാണ്. അവിടെ ഒരു വിവേചനമുണ്ട്. ഇനി കുട്ടികൾ പറയുന്ന ബാക്കി കാര്യം നോക്കാം. +2 അഡ്മിഷന് മാനദണ്ഡമായി പ്രധാനമായി കണക്കാക്കുന്നത് ഓരോ വിഷയത്തിന് ലഭിച്ച ഗ്രേഡ്, പഠിച്ച സ്കൂൾ, താമസിക്കുന്ന സ്ഥലം ഇവയാണ്. കൂടുതൽ കുട്ടികൾ A+ നേടുന്ന കരുനാഗപ്പള്ളി താലൂക്കിൽ +2 അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജനിച്ച സ്ഥലവും പഠിച്ച സ്കൂളും മാത്രമാണ് മാനദണ്ഡമാവുക. പഠിച്ച സ്കൂളിൽ +2 ഉണ്ടെങ്കിൽ അവിടെ തന്നെ +2ന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 ബോണസ് പോയിന്റ് കിട്ടുന്നു. കൂടാതെ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ തന്നെ താമസിക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അതിനും 2 ബോണസ് പോയിന്റ് ലഭിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച ഫുൾ A+ ഉള്ള കുട്ടിക്ക് 8 A+ഉം 2 Aയും ലഭിച്ച +2 ഉള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെക്കാളും പിന്നിലാകുന്ന സ്ഥാനം. അവിടെയാണ് നമ്മൾ ആ ഒരു അന്തരം മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. +2 ഉള്ള സ്കൂളിലേക്ക് കുട്ടികൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കാരണം കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് അവരെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. 8 A+ഉം 2 Aയും കിട്ടിയ കുട്ടിയുടെ പിറകിലായിരിക്കും ഫുൾ A+ കിട്ടിയ +2 ഇല്ലാത്ത സ്കൂളിലെ കുട്ടിയുടെ സ്ഥാനം. മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ കാര്യം കൂടുതൽ ദയനീയമാകും. കരുനാഗപ്പള്ളിയിൽ +2 ഉള്ള സ്കൂളുകളിൽ ഇവിടുത്തെ ഫുൾ A+ ഉള്ള കുട്ടികളെ പോലും ഉൾക്കൊള്ളാൻ സീറ്റുകളില്ല. CBSE സിലബസ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ തന്നെ തുടർ പഠനത്തിന് അവസരം ലഭിക്കുമ്പോൾ വർഷങ്ങളായി സ്റ്റേറ്റ് സിലബസ് പഠിച്ചു വരുന്ന ഞങ്ങൾക്ക് ഇനി എങ്ങനെ തുടർന്ന് പഠിക്കാൻ കഴിയും എന്ന് അറിയില്ല. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള കുടുംബത്തിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ഇഷ്ട വിഷയങ്ങളിൽ ഉന്നത ഫീസ് നൽകി അൺഎയ്ഡഡ് സ്കൂളുകളിലോ സ്വാധീനവും പണവും ഉള്ളവർക്ക് മാനേജ്മെന്റ് സ്കൂളുകളിൽ മാനേജ്മെന്റ് സീറ്റിലോ അഡ്മിഷൻ ലഭിക്കും. എന്നാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ മക്കൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള അവസരങ്ങൾ തീരെ കുറവാണ്. മാനേജ്മെന്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം വളരെ ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഈ സമുദായത്തിലുള്ള ആർക്ക് കിട്ടും? സമുദായ പ്രമുഖരുടെ മക്കൾക്ക് കിട്ടും. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയും നോക്കണ്ട. മാനേജ്മെന്റ് കോട്ടയിൽ അത്യാവശ്യം ഡൊണേഷൻ കൊടുക്കണം. അവിടെയും ഹൈ റെക്കമെൻഡേഷൻ തന്നെയാണ്. അതിനാൽ ISO നിലവാരത്തിൽ ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന 10ാം ക്ലാസ് പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും മികച്ച വിജയം കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി വാങ്ങുന്ന ഞങ്ങളുടെ സ്കൂളിന് +2 അനുവദിക്കണമെന്നും 10ാം ക്ലാസ് ഉള്ള എല്ലാ സ്കൂളുകളിലും +2 അനുവദിക്കുന്നത് വരെ സെയിം സ്കൂൾ വെയിറ്റേജ് നിർത്തലാക്കുകയോ അല്ലെങ്കിൽ +2 ഇല്ലാത്ത സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഞങ്ങളെപ്പോലുള്ള എല്ലാ കുട്ടികൾക്കും 2 ബോണസ് പോയിന്റ് നൽകുകയോ ചെയ്ത് ഞങ്ങളുടെ പ്രശ്നം അങ്ങ് തന്നെ നേരിട്ട് ഇടപെട്ട് പരിഹരിക്കണമെന്നും അപേക്ഷിക്കുന്നു. കൂടാതെ കുട്ടികളെ സെയിം മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് വെയിറ്റേജിന് പകരം സെയിം താലൂക്ക് മാനദണ്ഡമായി വെയിറ്റേജ് അനുവദിക്കുന്നതിന് വേണ്ട നടപടികളും കൈക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത്. പഠിക്കുന്ന സ്കൂളിൽ +2 ഇല്ല എന്നുള്ളത് കുട്ടിയുടെ പ്രശ്നമല്ലല്ലോ. അതേപോലെ പഠിക്കുന്ന സ്കൂളിൽ +2 ഉള്ളതുകൊണ്ട് ഒരു കുട്ടിക്ക് 2 ബോണസ് പോയിന്റ് എക്സ്ട്രാ കൊടുക്കുകയും +2 ഇല്ലാത്ത ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ഒരാൾക്ക് ആ പോയിന്റ് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് വിവേചനമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ ഇതിലൊരു എക്സ്പ്ലനേഷൻ, ഇതിനു വേണ്ട ഒരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.